എല്ലാവർക്കും സ്വാഗതം BKM ടോക്സിലേക്ക്. ഇന്നത്തെ എൻ്റെ ഈ ഡാൻസിൻ്റെ ഈ വീഡിയോ ഈ കീർത്തനത്തിന് അതിൻ്റെ കൊറിയോഗ്രാഫിയാണ്. ഞാനിത് ഷോർട്സിൽ ചെയ്തിട്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫുൾ ഒരു കോമ്പോസിഷൻ നമുക്ക് തരുമോ. പക്ഷെ ഇന്ന് അതിൻ്റെ ക്ലാസിക്കൽ, അതായത് നമ്മൾ സ്റ്റേജിൽ കുഞ്ഞുങ്ങളെ ചെയ്യിക്കുന്നതല്ല ഞാൻ ഇന്നിവിടെ പറയുന്നത്. നമുക്ക് യൂട്യൂബിൽ ഇതിൻ്റെ ഒരു ഫ്യൂഷൻ വേർഷൻ കിടക്കുന്നുണ്ട്. ശ്രീ മഹേഷ് പാടിയിട്ടിരിക്കുന്ന, അതിൻ്റെ പേര് മുഴുവൻ ഞാൻ മറന്നു കേട്ടോ, അദ്ദേഹം പാടിയിട്ടിരിക്കുന്ന ഫ്യൂഷൻ വേർഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. ഒരു പക്ഷെ ആ മ്യൂസിക്കിൻ്റെ ഒരു ഭംഗി കൂടെ കൊണ്ടായിരിക്കാം എല്ലാവരും എന്നോട് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി ചോദിച്ചു. ഞാനിത് മാത്രം ആ മ്യൂസിക്കിന് ചെയ്യുന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അത് ശരിക്കും ഒരു ഭരതനാട്യ ഐറ്റമാണ്. നമുക്കത് കീർത്തനമായിട്ട് സെറ്റ് ചെയ്ത് സ്റ്റേജിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പിള്ളേരെ ചെയ്യിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ, അതിൽ കുറേ കൈകളും ഒക്കെ വരണം നമുക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാട്ടിൻ്റെ കൊറിയോഗ്രാഫിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മഹേഷ് രാഘവൻ പാടിയിട്ടിരിക്കുന്ന ഗോവർദ്ധനി, അതാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. ഇനി അതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം എനിക്ക് ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഒറിജിനൽ വേർഷൻ കംപ്ലീറ്റ് ഭരതനാട്യം കൊറിയോഗ്രാഫി വേറെയാണ്. വേറെ മീൻസ് ആ പാട്ട് നമുക്ക് മുഴുവനും ലിറിക്ക് എടുത്ത് ചെയ്യണം. ഇതിപ്പോൾ അത് ചരണമൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അനുപല്ലവി വരെ ഉള്ളൂ. പിന്നെ കുറച്ച് മ്യൂസിക് ഉണ്ട്. അപ്പം ഇതിൽ ആദ്യത്തെ പോർഷനിൽ നമുക്കിത് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ ഒരു അക്കാഡമിക് ലെസണായിട്ട് പഠിക്കാൻ പറ്റില്ല. വെറുതെ ചെയ്യാനുള്ള ഇഷ്ടത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മ്യൂസിക്കിൽ നമുക്ക് അഭിനയം വേണേൽ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ് ജസ്റ്റ് എടുത്ത് 1-2 പോസസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെടുത്ത് മുകളിലേക്ക് നിൽക്കുകയാണ്. ഇങ്ങനെ ബെഞ്ച് ചെയ്തു, തള്ളുന്ന കൈ നേരെ തിരിച്ച് ഇങ്ങനെ ആക്കി ഒരെണ്ണം ഇങ്ങനെ വന്നു. പിന്നെ അത് നേരെ തിരിച്ച് ഇങ്ങനെ വരും. ക്ലിയർ? അപ്പോൾ 4 പോസായി. ഈ 4 കൈക്ക് നീക്കി പിടിക്കാം. ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കൃഷ്ണന്റെ മുദ്ര എങ്ങനെ? ഈ കൃഷ്ണൻ എപ്പോഴും കുഞ്ഞിക്കാട്ടി ചെറിയ ഓട്ടോകൾ കൊണ്ടല്ല നടക്കുന്നത്. കുറച്ച് നീളമുള്ളവർക്ക് ഉപയോഗിക്കും. നല്ല നീളത്തിലുള്ളത്, അതായത് കാലികളെ മേയ്ക്കാൻ പോകുമ്പോൾ ഇച്ചിരി നീളമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കൈ നീട്ടി. വേറെ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീക്കുക. അത് കഴിഞ്ഞാൽ ഗോവർദ്ധന ഗിരിധാരി. അപ്പോൾ അത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കതിനെ മാറ്റി എൻ്റെ കൈയുടെ വേരിയേഷൻസ് എടുക്കാം. ഒന്ന്. അപ്പൊ ആദ്യം ഇവിടുന്ന് ഗോവർദ്ധനം ഉയർത്തുന്നത് കാണിച്ച് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഗോവിന്ദ ഗോകുല പാലക. ഓക്കെ, അപ്പൊ ഗോകുല, ഇത് കുലം, കുല പാലക. പിന്നെ ഇവിടെ നിന്ന് പരമാനന്ദ, പരമാനന്ദം തരുന്നവനെ, അല്ലെങ്കിൽ നിന്നിൽ ഞങ്ങൾക്ക് പരമാനന്ദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പരമാനന്ദ. വീണ്ടും ഒരു ഗോവർദ്ധനഗിരി. അപ്പൊ ആ ഗോവർദ്ധനഗിരി ഗോവർദ്ധനഗിരിധാര ഇങ്ങനെ എടുക്കാം. ഗോവർദ്ധനം വലിഞ്ഞു നിന്ന് പൊക്കിയോ ഗോവർദ്ധനഗിരിധാര. ഗോവിന്ദ എടുക്കാം. ഗോവിന്ദ നമ്മുടെ ഇഷ്ടമാണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഗോവിന്ദ ഗോകുല പാലക. ഇത് പാട്ട് വെക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ വരുന്നത് എനിക്ക് ഓർമ്മയില്ല. ഗോകുല പാലക പാലക. ക്ലിയർ? പരമാനന്ദ. ഒരു ചിത്രത്തെ പരമാനന്ദ ഓടി വന്നു. ഓക്കെ, ഗോവർദ്ധനഗിരി തൽക്കതിനി തൽക്കതിനി. അത് ആ പാട്ടനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഗോവർദ്ധനഗിരിധാര ഗോവിന്ദ ഗോകുല പാലക പരമാനന്ദ. ഓക്കെ, അപ്പൊ കയ്യില് ഈ ചെയ്ത് എന്തുകൊണ്ടെടുക്കാം. അപ്പൊ ഗോവർദ്ധനഗിരിധാര
ഗോകുല പാലക പരമാനന്ദ. ഓക്കെ, ക്ലിയർ? നിൽക്കാം, നല്ല ഭംഗിയായിട്ട് പോവാം. ഇനി അടുത്ത മ്യൂസിക്കാണ്. അപ്പൊ ആ മ്യൂസിക്കിന് നമുക്ക് അടവുകൾ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ അടവ് ചെയ്യാം. അപ്പൊ ഞാൻ ആ മ്യൂസിക് ഒന്ന് നോക്കാം. ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഏതായാലും നോക്കാം. അപ്പോ അതില് ഒരു ലാസ്റ്റ് ലൈൻ ചെറിയൊരു വ്യത്യാസം. അതായത് ഞാൻ തകതിന് പറഞ്ഞതിൽ ഏറ്റവും ലാസ്റ്റ് ആട്ടോ. അപ്പൊ ഇത് തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി ത. അത്രയും കഴിയുമ്പോൾ പല്ലത് കഴിയും. ഇനി അടുത്ത മ്യൂസിക് വരുന്നത് നമ്മളത് കഥയാണ്. അതായത് കൃഷ്ണൻ ഗോപികമാര് വെണ്ണയുമായിട്ട് പോകുന്നത് കാണുന്നു. പുറകെ ചെന്ന് അവരുടെ ചേല പിടിച്ച് വലിക്കുന്നു. അപ്പൊ അവരുടെ ആ തൈകൾ കൂടെ താഴെ പോകുന്നു. എന്തെല്ലാം അവിടെ നിന്ന് കൂട്ടുകളയുന്നു. കൃഷ്ണനെ അന്വേഷിച്ച് ദേശത്ത് ചെല്ലുമ്പോൾ ആ വേണുഗാനം കേട്ട് അവര് മയങ്ങി അവിടെ നിൽക്കുന്നു. ആ ഭാഗമാണ് നമ്മൾ അടുത്ത മ്യൂസിക്കിൽ ചെയ്യുന്നത്. അപ്പോ ഗോപികമാര് അത് പാട്ട് കേട്ട് മയങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മള് ഭഗവാനെ തൊഴുവാണ്. അപ്പൊ ഭഗവാൻ ആരുടെ ഇൻകാർണേഷൻ അവതാരമാണ്? ആരുടെയാണ്? അതാരത്? അത് മഹാവിഷ്ണു. അപ്പൊ ശ്രീമത്സാംഗിക തുടങ്ങുമ്പോൾ നമ്മളിത് കാണിക്കുക. മഹാവിഷ്ണുവിനെ ഒന്നോടെ കാണിക്കുക, തൊഴുക, പൂക്കൾ എടുത്തിടുക, താഴെ നിന്ന് മുകളിലേക്ക് നോക്കുക, കൈകൂക്കുക. കാരണം നമ്മുടെ വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നമ്മുടെ അക്രോബാറ്റിക്സ് ഒക്കെ വല്ലതും ചെയ്യണമെന്ന് വേണ്ട. ഇങ്ങനെ ചെയ്തു. അടുത്തത് ശ്രീവത്സാംഗീത. നെഞ്ചത്തൊരു ചെറിയ മറുകൊണ്ട് ശ്രീവത്സം. അപ്പം ശ്രീവത്സാംഗീത, അതിന്റെ ഭംഗി, ഭയങ്കര ഭംഗി. ശ്രീ കൗസ്തുഭം എന്ന മണി അത് അണിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കൗസ്തുഭം ഇങ്ങനെ കാങ്കുലം വെച്ച് കാണിക്കാം കേട്ടോ. കൗസ്തുഭം അണിഞ്ഞിരിക്കുന്നത് എന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു രണ്ടായിട്ട് കാണിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ കെട്ടാം. നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ആ മണി കാണിക്കാം. അപ്പോ ശ്രീവത്സാംഗീത ശ്രീ കൗസ്തുഭധര. ഓക്കെ, ഒന്നോടെ അത് ശ്രീവത്സാംഗീത ശ്രീ കൗസ്തുഭധര. മാമക എന്റെ മാമക ഭയഹര. മാമക ഭയഹര പാഹി മുഖ
മുകുന്ദ, ആ കാലിൽ വീണു. ഓക്കെ, ഒന്നോടെ മാമക ഭയ, ഇത് ഭയം. ഈ മുദ്ര പിടിച്ചിട്ട് ഇതിന്റെ പേരെന്താ, പേരൊക്കെ മറന്നു, ആരാണ്? അപ്പൊ ഭയ ഹര അല്ലെങ്കിൽ ഭയ ഹര, ഭയമൊക്കെ ഇല്ലാതെ പൊടിച്ച് കളയും, ഭയമൊക്കെ ഭയഹര പാഹി മുകുന്ദ. അപ്പൊ രണ്ടാമത്തെ പാഹി മുകുന്ദക്ക് എങ്ങനെ എടുക്കാം? ആദ്യത്തെ പാഹി മുകുന്ദ പാഹി മുകുന്ദ, അതായത് പാഹി മുകുന്ദ. അത് ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്റെ ഭയം എന്ന് പറഞ്ഞത് മരണഭയം കൂടി ആകാം അല്ലെ. അതായത് ഈ ജീവിതത്തിലെ എന്റെ ഭയങ്ങൾ അത് മരണഭയമാണ്, അതില്ലാതെയാക്കി എനിക്ക് മോക്ഷം തരണേ ഭഗവാനെ, അത് നമുക്ക് കാണിക്കാം. അപ്പൊ രണ്ടാമത്തെ പാഹി മുകുന്ദാണ്. ഇവിടെയാണ് പാഹി മുകുന്ദ ഗോവർദ്ധന മരണം. ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല കേട്ടോ. ഗോവർദ്ധന വിധിധാര ഗോവിന്ദ ഗോകുലപാലക പരമാനന്ദ ഗോവർദ്ധന വിധി. ഓടി ചെല്ലുക കേട്ടോ. പിന്നെ താമര പൂ കാണിക്കത്, പൂ പോലത്തെ ആ കാൽപാദങ്ങളിൽ, പാതാരവിന്ദങ്ങളിൽ അഭയം കൊടുക്കേണ്ടത്. ഇങ്ങനെ കൈ പിടിക്കുക. തൊഴുത കൃഷ്ണന്റെ പോസ് നിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇതാണ് ആയിട്ട്. ബാക്കി ഞാനൊരു പാട്ട് വെച്ച് ചെയ്യാം കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ചെറിയൊരു മ്യൂസിക് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാവുന്നത് ചെറിയ കഥ, അതായത് ഗോപസ്ത്രീകള് കുളിക്കുന്നു, അവർ വസ്ത്രമൊക്കെ ഊരി വയ്ക്കുന്നു, മതിമറന്ന് ആഘോഷമായിട്ട് കുളിക്കുന്നു. അപ്പോൾ ഭഗവാൻ വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നു. ഇവർ ചെന്ന് ചോദിക്കുന്നു, 3 പ്രാവശ്യം കുമ്പിടാൻ പറയുന്നു, എന്നാലും ഞാൻ തരുള്ളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കൊടുക്കുന്നു. ഇത്രയാണ്. ഇത് നമ്മൾ 2 കൃഷ്ണനും ഗോപികമാരുമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ സമയം വളരെ കുറവായിരിക്കും. എന്തായാലും നമുക്കത് നോക്കാം. ഇല്ലെങ്കിൽ അടവ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ഞാനത് ചെയ്ത് നോക്കാം. പാട്ട് അത്രയും ഭാഗത്ത് ചെയ്തു വയ്ക്കാം. നിങ്ങളത് നോക്കൂ. സോ മഹേഷ് രാഘവൻ പാടിയിട്ടിരിക്കുന്ന ഗോവർദ്ധനഗിരിയുടെ ഈ കൊമ്പോസിഷൻ, ഈ കൊറിയോഗ്രാഫി നിങ്ങൾക്ക് അത് വെച്ച് തന്നെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ എപ്പോഴും ഓർക്കണം, മ്യൂസിക് നമ്മൾ എല്ലാം ഇങ്ങനെ മ്യൂസിക് അവർ പാട്ടായിട്ട് പാടിയിടുമ്പോൾ അത് ഡാൻസിന് വേണ്ടി ചെയ്തിടുന്നതല്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണും. എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് അത് വളരെ ഒരു വലിയ മെലഡി മാത്രമായിട്ട് വരും, അതിൽ പെർക്കഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അഭിനയിച്ച് എക്സ്പ്രഷൻസ് കൊണ്ടാണ് നമ്മൾ ആ ഭാഗമൊക്കെ കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കഥയുടെ ഭാഗമൊക്കെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ആ രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്താലേ അതിന് ഭംഗി വരുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ മടിയൊന്നും വിചാരിക്കരുത്, നന്നായിട്ട് അഭിനയിക്കുക, എക്സ്പ്രഷൻസ് നന്നായി കൊടുക്കുക. കുട്ടികളെ ചെയ്യിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യിക്കുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കൊറിയോഗ്രാഫി നമുക്ക് അതിൽ നോക്കാം, ചെറിയ ചെറിയ കീർത്തനങ്ങളും ഒക്കെ നോക്കാം. ക്ലിയർ? സോ താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ.